ശ്രീ മുഹമ്മദ് ഷമാസ്, ഒരു ആരോഗ്യമന്ത്രി, സംസ്ഥാനത്ത് ഒരു വനിതയെ അങ്ങനെ മർദ്ദിച്ച് മൃതപ്രായയായ അവസ്ഥയിലേക്ക് എത്തിച്ച് നിങ്ങൾ ന്യായീകരണം നിരത്തുകയാണോ എന്ന ചോദ്യമാണ് CPM-ൻ്റെ ഭാഗത്തു നിന്നും ശക്തിപ്പെടുന്നത്. ഒടുവിൽ KSU പുറത്തേക്ക് വിടുന്ന ദൃശ്യപ്രകാരവും പക്ഷേ ആർക്കും പുതുതായി ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ എന്തു സംഭവിച്ചു എന്നാണ് KSU അടിവരയിട്ട് പറയുന്നത് ശ്രീ മുഹമ്മദ് ഷമാസ്? ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേരള വിദ്യാർത്ഥി യൂണിയൻ വളരെ കൃത്യമായി പറഞ്ഞതനുസരിച്ച് തന്നെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പൊറാട്ട് നാടകം കണ്ണൂരിൽ അരങ്ങേറുകയുണ്ടായി. ഇപ്പൊ CPM-ന്റെ നേതാക്കൾ MV ജയരാജൻ ഉൾപ്പെടെ ഇന്ന് രംഗത്ത് വന്ന് ക്യാപ്സ്യൂള് പുറത്തിറക്കുകയാണ്. ഇതാ മന്ത്രിയെ കരിങ്കൊടി ഉപയോഗിച്ച് അതിഭീകരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഞങ്ങൾ പുറത്തുവിടുന്നു എന്നൊക്കെ പറഞ്ഞ് പരിഹാസ്യനാകുന്ന MV ജയരാജനെയാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങളിലൂടെ കണ്ടത്. സമാനമായ രീതിയിൽ കേവലം ഒരു കരിങ്കൊടി പ്രതിഷേധത്തിന്റെ പേരിൽ വ്യാപകമായ രീതിയിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ട് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ ജില്ലയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്, മറ്റ് സ്ഥാപനങ്ങൾക്ക് അങ്ങനെ എന്ന് വേണ്ട ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെല്ലാം അംഗീകരിച്ച് അതെല്ലാം അങ്ങ് കൈയും കെട്ടി നോക്കി നിന്ന് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് ഇവിടെ സ്വീകരിക്കാൻ പോകുന്നതെന്നുള്ള ധാരണ ഒരു തരത്തിലും വേണ്ട. ഏതെങ്കിലും തരത്തിൽ CPM നേതാക്കളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ധാർഷ്ട്യം, അങ്ങനെ ഒരു ധിക്കാരം, ആ സമീപനമാണ് തുടർന്നു പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും മുമ്പ് സമാനമായ വികാസങ്ങൾ ഉണ്ടായപ്പോൾ കൃത്യമായി പ്രതിരോധിച്ചിട്ടുണ്ട്. ഇന്നലെ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ സമരാഭാസത്തിന്റെ പേരിൽ, ഈ പ്രതിഷേധ കോപ്രായത്തിന്റെ പേരിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ്, ഇന്ന് നേരം പുലർന്നതിന് മുമ്പ് ജില്ലയിലെ പല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസുകൾ എന്ന് വേണ്ട സകലതും അടിച്ചു തകർക്കുന്നു. എന്താണ് അടിസ്ഥാനപരമായി ഇതിന്റെ കാരണം? മന്ത്രി വീണ ജോർജ്, കേരളത്തിലെ ആരോഗ്യ മേഖല ഗുരുതരമായ പ്രതിസന്ധി നിലനിൽക്കുന്നു. 5 വർഷക്കാലം പഴക്കമുള്ള കത്രിക ഓപ്പറേഷൻ ചെയ്ത് വയറ്റിൽ കുടുങ്ങിയിരിക്കുന്ന കത്രിക വർഷം 5 കഴിയുമ്പോൾ പുറത്തെടുക്കേണ്ട ദയനീയ സ്ഥിതിയിലേക്ക് കേരളത്തിലെ ആരോഗ്യ രംഗം മാറുന്നു. മന്ത്രി വീണ ജോർജിന്റെ വകുപ്പും വീണ ജോർജും ദയനീയ പരാജയമാണെന്ന് ഓരോ സംഭവ വികാസങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ചയാകുമ്പോൾ ആ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും സമരം ചെയ്യുമ്പോൾ ആ പ്രതിഷേധം ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയായ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ അറിയിക്കുമ്പോൾ അത് കരിങ്കൊടി പ്രതിഷേധത്തിന്റെ രീതിയിൽ, ജനാധിപത്യ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ മന്ത്രി അതിനെ അങ്ങ് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വളരെ കൃത്യമായി നാടകീയമായ രംഗങ്ങൾ ഒരു ദൃശ്യം ഇന്ന് പുറത്തുവിട്ടല്ലോ. ആ CPM പുറത്തുവിട്ട ദൃശ്യം സസൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താങ്കൾ ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ക്യാപ്സ്യൂൾ ഫാക്ടറിയുടെ രാജാവ്, മുതലാളി സാക്ഷാൽ MV ജയരാജൻ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോ പുറത്തുവിട്ട ഒരു കറുത്ത തുണി, മന്ത്രിയുടെ വലതുവശത്തെ കഴുത്തിൽ കാണുന്ന കറുത്ത കൊടി എന്നൊക്കെ പറയുന്ന ആ ദൃശ്യമല്ലേ? ആ ദൃശ്യം വളരെ കൃത്യമായി ഇവിടെ മാതൃഭൂമിയുടെ പ്രേക്ഷകർക്കാണെങ്കിലും പൊതുസമൂഹത്തിനാണെങ്കിലും കേരള സമൂഹത്തിന് വളരെ കൃത്യമായി മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. മന്ത്രിയുടെ ഗൺമാൻ കറുത്ത സഫാരി സൂട്ട് അണിഞ്ഞ് മന്ത്രിയുടെ കൂടെ, കടും നീല നിറത്തിലുള്ള സഫാരി സൂട്ട് അണിഞ്ഞ് മന്ത്രിയുടെ കൂടെ സഞ്ചരിക്കുന്ന ആ മന്ത്രിയുടെ ഗൺമാന്റെ കൈയുടെ ഭാഗമാണ് കാണുന്നത്. ആ ദൃശ്യത്തിന്റെ മുൻപുള്ള ഭാഗവും ശേഷമുള്ള ഭാഗവും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇതേതാണ്ട് ഈ സൈബർ അന്തം കമ്മികൾ ഈ പറഞ്ഞ പോലെ കട്ട് ചെയ്ത് വിടുന്ന ന്യായീകരണ പോസ്റ്റുകൾ എടുത്ത് ഈ ജയരാജനെ പോലുള്ള ക്യാപ്സ്യൂൾ മുതലാളിമാർ ഇങ്ങനെ രംഗത്ത് വരുന്നതിനപ്പുറത്തേക്ക് ഒരു അടിസ്ഥാനവും ഇല്ല. ആ ദൃശ്യത്തിൽ കാണുന്നത് മന്ത്രിയുടെ ഗൺമാന്റെ കൈയുടെ ഭാഗമാണ്, അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ ഭാഗമാണ്. അതിനോടൊപ്പം സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ തോളിൽ തൂക്കിയിട്ടുള്ള ബാഗിന്റെ ഭാഗം ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കുറച്ചുകൂടെ ബാക്കോട്ട് എന്ന ദൃശ്യം ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ ആ ഗൺമാന്റെ മുഖവും നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയുള്ള കഥകൾ പ്രചരിപ്പിക്കുന്ന നുണയുടെ ഫാക്ടറിയായി, നുണയുടെ പ്രചാരകരായി ഈ പറഞ്ഞ കെട്ടുകഥകൾ മെനഞ്ഞ് നാടകം നടത്തുന്ന രീതിയിലേക്ക് ഈ സംവിധാനങ്ങൾ മാറി. CPM അതിന്റെ നേതാക്കന്മാർ മാറി. കൃത്യമായ ആസൂത്രണവും തിരക്കഥയും ഇതിനകത്തുണ്ട്. ഏതെങ്കിലും തരത്തിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ KSUവിന്റെ പ്രതിഷേധം ഉണ്ടായപ്പോൾ പൊട്ടിമുളച്ചൊരു സംഭവമൊന്നുമല്ല. കിട്ടിയൊരു സുവർണാവസരം, പ്രതിഷേധങ്ങളുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് പരമാവധി നോക്കി രാവിലെ മുതൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ ഒന്നിനും വില പോകാതെ വന്നപ്പോ ഏറ്റവും കിട്ടിയ ഒരു അവസരത്തിൽ കുറച്ചടുത്തെങ്കിലും ഒരു ആരോഗ്യമന്ത്രിക്ക് അങ്ങനെ കള്ളം പറയേണ്ടതായിട്ടുണ്ടോ? ഇപ്പോൾ നമുക്ക് ഇതുവരെ നമുക്ക് എന്താണ്
നമ്മളെല്ലാം പറയുന്നു, എല്ലാം സമ്മതിക്കുന്നു. ഇതുവരെ ഒരു മറുത്തൊരു ഏതെങ്കിലും ഒരു ദൃശ്യം പുറത്തേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അത് കാണിക്കാനോ ആർക്കും സൈബർ CPM-ന്റെ ഹാൻഡിലുകൾക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു മന്ത്രി ഇങ്ങനെ വേദന അഭിനയിക്കേണ്ടതുണ്ടോ? ശ്രീ ഷമാസ്, ഒരു മന്ത്രി അങ്ങനെ വേദന അനുഭവിച്ച് ഇങ്ങനെ അഭിനയിച്ച് കാണിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടോ? അല്ല, ഏതെങ്കിലും തരത്തിൽ ഞാൻ പറയുന്നത് കേൾക്കാം? കേൾക്കാം, പറഞ്ഞോളൂ. ഏതെങ്കിലും തരത്തിൽ ഈ പറയപ്പെടുന്ന മന്ത്രിക്ക് അങ്ങനെ അഭിനയിച്ച് കാണിക്കേണ്ടതായ കാര്യമുണ്ടോ എന്നുള്ളത് നമുക്ക് ഏത് സാഹചര്യത്തിലാണെന്ന് കൂടെ വ്യക്തമാവണമല്ലോ. ഇവിടെ കൃത്യമായ ഒരു തിരക്കഥ ഉണ്ടാകുന്ന എന്ത് അടിസ്ഥാനത്തിലാണ്? ആരോഗ്യ വകുപ്പും കേരളത്തിലെ സർക്കാരും ഇത്രയും പ്രതിസന്ധിയിലാവുന്ന ഒരു ഘട്ടത്തിലാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിൽ വരാൻ പോകുന്നു. അല്ല ശ്രീ ഷമാസ്, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ MP ഗോവിന്ദന്റെ അല്ലെ ബാക്കിയുള്ള നേതാക്കന്മാരെയൊക്കെ നമുക്ക് പറയാം രാഷ്ട്രീയമായിട്ട് മാറ്റിവെച്ച് അവരെയൊക്കെ പ്രതികരണങ്ങൾ മാറ്റിവെക്കുക, ഒരു കയ്യിൽ അകലത്തിൽ വന്നില്ല എന്ന് നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ ഒരു സംഘർഷാവസ്ഥ വരുമ്പോൾ ശാരീരികമായിട്ടുള്ള ഉലച്ചിൽ ഉണ്ടാകാം. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അറിയാമല്ലോ, പലപ്പോഴായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുള്ള, അല്ലെങ്കിൽ അങ്ങനെ കൈവിട്ട് അങ്ങനെയുള്ള നിലകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ശരീരത്തിലെ കഴുത്തിലൊക്കെ ഉലച്ചിൽ സംഭവിക്കാം, അങ്ങനെ ശരീരവേദന സംഭവിക്കാം, അങ്ങനെ ഉണ്ടാകാമല്ലോ നമുക്ക് ഒരർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ. ശരിയാണ്, താങ്കൾ പറഞ്ഞ ആ വാദത്തോട് ഞാൻ അംഗീകരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് MC അതുലിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള 5 പേർ പ്രതിഷേധ സമരം, കരിങ്കോടി സമരം നടത്തുമ്പോൾ KSUവിന്റെ പ്രവർത്തകർ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ആരോഗ്യരംഗത്തെ വീഴ്ചയെ ചൂണ്ടിക്കാണിച്ച് മുദ്രാവാക്യം വിളിക്കുന്നതിനേക്കാൾ ഉച്ചത്തിൽ, അതിനേക്കാൾ രോഷത്തിൽ, അതിനേക്കാൾ ആക്രോശിച്ചുകൊണ്ട് മന്ത്രി അവിടെ പെരുമാറിയിരുന്നു. പോലീസുകാരുടെ മെക്കിട്ട് കയറിയിരുന്നു. സമരക്കാർക്ക് നേരെ, പ്രതിഷേധക്കാർക്ക് നേരെ പാഞ്ഞെടുക്കാൻ ശ്രമിച്ചിരുന്നു. ഇതിന്റെയൊക്കെ ഇടയിൽ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന് ഞങ്ങൾ എങ്ങനെ ഉത്തരവാദികളാവുന്നേ? ജനാധിപത്യ രീതിയിൽ മന്ത്രിമാരും ഈ പറഞ്ഞ ഭരണകർത്താക്കളും രാഷ്ട്രീയ നേതാക്കളൊക്കെ പൊതുവിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. സമരങ്ങളും പ്രതിഷേധങ്ങളും ഒന്നും ഈ നാട്ടിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്ന സാധനമൊന്നുമല്ല.